പോരും, ഞങ്ങളതിന് തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് സമാധാനമായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യുദ്ധത്തിന് വേണ്ടി തയ്യാറായി. ഒരു വെളുത്ത പതാക മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നെ രണ്ട് പതാക, ഒന്ന് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഒരു കറുത്ത പതാക കൊടുത്തു. പിന്നെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കയ്യിൽ മറ്റൊരു പതാകയും കൊടുത്തു. ദഫിറാനിലാണ് അവരുള്ളത്. അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഇങ്ങോട്ട് വന്നു. ഈ വിവരം അറിഞ്ഞപ്പോൾ ഈ അബൂജഹലും കൂട്ടരും ഇവിടെ എത്തി. അവർ ഈ മലയുടെ അപ്പുറത്താണ് ഉള്ളത്. അവരിവിടെ എത്തിയതിന് ശേഷം അവർ ആൾക്കാരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. ഇവിടെ ആൾക്കാരുണ്ടോ, എന്താ സ്ഥിതി എന്നുള്ള അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പോൾ അവർ ചെന്നിട്ട് പറഞ്ഞു, അവിടെ 100-300 ആളേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല, അവരടുത്ത് ആയുധമൊന്നുമില്ല, കത്തി മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല എന്ന് അബൂജഹലിനോട് പോയി പറഞ്ഞപ്പോൾ അബൂജഹൽ പറഞ്ഞു, 300 ആളാണെങ്കിൽ നമ്മൾ 1000 ആളുണ്ടല്ലോ, 900 ആളുണ്ടല്ലോ, അവരെ 3 ഇരട്ടി നമ്മളുണ്ട്, അതുകൊണ്ട് ഒരാളെ അവരെയും കൊന്നു, ഒരാളെ നമ്മളെയും കൊന്നു. അങ്ങനെ കന്നാൽ 300 ആൾ കഴിയുമ്പം അവർ മുഴുവനും കഴിഞ്ഞല്ലോ, പിന്നെ നമ്മൾ വിജയിക്കുമല്ലോ എന്ന രീതിയിൽ അബൂജഹൽ പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം റസൂലുള്ളാഹി നന്നായി അങ്ങ് ദുആ ചെയ്തു, പടച്ചോനെ എൻ്റെ ഈ സൈന്യം പാവങ്ങളാണ്, ഒന്നുമില്ലാത്തവരാണ്, അതുകൊണ്ട് എൻ്റെ സൈന്യത്തെ നീ രക്ഷിക്കണേ അല്ലാ എന്നങ്ങ് ദുആ ചെയ്തു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് രാത്രി അവിടെ ഉദ്വത്തു ദുനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉദ്വത്തുൽ ഖുസ്വ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശത്രുക്കളും വന്നിറങ്ങി. രണ്ടും രണ്ട് ഭാഗമാണ്. അവരിങ്ങനെ ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സംഘത്തെ പറഞ്ഞയച്ചു. അവരെത്ര ആളുണ്ട് നോക്കാൻ വേണ്ടി. അവർ വന്ന് ഇവിടെ അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ ശത്രുക്കൾക്ക് വെള്ളം കൊടുക്കുന്ന 2 കുട്ടികളെ കണ്ടു. അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവരൊരു 900-ഓളം ആൾക്കാരുണ്ട്. റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവർ ഒരു 900-ൻ്റെയും 1000-ൻ്റെയും ഇടയിലുള്ള സൈന്യമാണുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഉദ്വത്തു ദുനിയ, ശത്രുക്കൾ ഉദ്വത്തുൽ ഖുസ്വ. പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും നിൽക്കുന്ന ഭാഗം ചെളിയാണ്, മൊത്തം ചെളിയാണ്. അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അവിടെ വെള്ളമില്ല. ശത്രുക്കൾ നിൽക്കുന്ന ഭാഗം നല്ല ഉദ്വത്തുൽ ഖുസ്വ, നല്ല സ്ഥലമാണ്, അവിടെ വെള്ളമുണ്ട്, എല്ലാ സൗകര്യവുമുണ്ട്. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെയുള്ള സ്വഹാബത്തിന് മനസ്സിനൊരു സംശയം, നമ്മൾ സത്യത്തിൻ്റെ അഹലുകാർ, നമുക്ക് വെള്ളമില്ല, നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെയോ അതൊക്കെ പറ്റ മോശം എന്നുള്ളത് വന്നപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ മഴയ്ക്ക് വേണ്ടി അങ്ങോട്ട് ദുആ ചെയ്തത്. നല്ല മഴ ഇങ്ങോട്ട് വർഷിച്ചു. മഴ വർഷിച്ചിട്ട് അവിടെയുള്ള ചെളികൾ മുഴുവനും അങ്ങോട്ട് ഒഴുകിയിട്ട് ഈ ശത്രുക്കളുള്ള ഭാഗത്തേക്ക് അങ്ങോട്ട് പോയി. അവരുടെ സ്ഥലം നല്ല ഉറച്ച സ്ഥലമായി. അവർ വെള്ളമെടുത്തു, കുളിച്ചു, ഉറവെടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളൊക്കെ ഇന്ന് കിടന്നുറങ്ങിക്കോളിയേ. എല്ലാവരും കിടന്നുറങ്ങി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്ന് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ ഇങ്ങനെ ചൊല്ലുകയാണ്. റസൂലുള്ളാഹി ദുആ ചെയ്യാണ്, പടച്ചോനെ ഈ യുദ്ധത്തിലെങ്ങാനും വിജയം തന്നിട്ടില്ലെങ്കിൽ ലോകത്ത് ഇനി തൗഹീദിൻ്റെ കരിമ ഉറക്കെ ഉച്ചരിച്ച് പറയാൻ ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാവൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അവിടെ പിറ്റേ ദിവസം രാവിലെ, അപ്പോൾ ഈ മഴ പെയ്ത് വെള്ളത്തിൻ്റെ വിഷയം പരിഹരിച്ചല്ലോ. പിറ്റേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും കൂടെ ഈ വെള്ളമുള്ള ഭാഗത്തേക്ക്, കിണറിൻ്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് പോയി. അവിടത്തേക്ക് പോകുമ്പോൾ ഹബ്ബാബ് ബിൻ മുൻദിർ എന്ന് പറഞ്ഞ ആൾ ചോദിച്ചു, റസൂലെ ഇവിടേക്ക് വരുന്നത് തങ്ങളെ സ്വന്തം ഇഷ്ടമാണോ അല്ല അള്ളാഹ് പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇത് എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ഹബ്ബാബ് ബിൻ മുൻദിർ പറഞ്ഞു, നമ്മൾ അവിടേക്കല്ല പോവേണ്ടത്, നമുക്ക് അവരുടെ അടുത്തുണ്ടല്ലോ വെള്ളം, അങ്ങോട്ടേക്ക് പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെ അവരിങ്ങോട്ട് വന്നിട്ട് ആ സമയത്ത് ഈ കാണുന്ന സ്ഥലമുണ്ട്, ഈ പ്രദേശമുണ്ട് താഴെ, അവിടെ മൊത്തം വെള്ളമുണ്ട്. ഇവിടത്തേക്ക് വന്നു. ഇവിടെ വന്ന് സഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അങ്ങനെ അവരവിടെ പോയിട്ട് എന്ത് ചെയ്തു എന്നറിയോ, ഒരു ഹൗദിങ് ഉണ്ടാക്കിയിട്ട് ഈ വെള്ളമൊക്കെ മുക്കി ഈ ഹൗദിലേക്ക് ഒഴിച്ചു.
വെള്ളമെല്ലാം ഹൗദങ്ങ് നിറഞ്ഞ സമയത്ത് ചുറ്റുഭാഗത്തുള്ള കിണറുകൾ മുഴുവനും വറ്റിപ്പോയി, അവരുടെ വെള്ളവും വറ്റിപ്പോയി, ഒന്നുമില്ല. ആകെ അവർ വല്ലാതെ വിഷമിച്ചു. ആ വിഷമിച്ച സമയത്താണ് പിന്നെ അവരിങ്ങോട്ടേക്ക് വന്നു. അവരിങ്ങോട്ട് വന്നതിന് ശേഷം ഇവിടെയുള്ള ആൾക്കാരെ എണ്ണം നോക്കിയിട്ട് അബൂജഹൽ അവർക്ക് വലിയ ധൈര്യം കൊടുത്തു. നിങ്ങളൊരു പ്രശ്നവും വേണ്ട, നമുക്കവരോട് നേരിട്ട് വിജയിക്കാൻ കഴിയും. ആ രീതിയിൽ അവർ സംഘടിക്കാൻ തുടങ്ങി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇവിടെ, വെള്ളം ഇവിടെ. അപ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, റസൂലെ, തങ്ങളിങ്ങനെ സ്വന്തം ഇങ്ങനെ നിൽക്കാൻ പാടില്ല. ഞങ്ങളിവിടെ ഒരു പന്തൽ കെട്ടട്ടെ. ആ പന്തലിൻ്റെ ഉള്ളിലാണ് തങ്ങൾ നിൽക്കേണ്ടത്. ഞങ്ങൾ എന്ത് ചെയ്യും? ഇൻഷാ അല്ലാ ഞങ്ങൾ പുറത്തുണ്ടാകും. റസൂലുള്ളാഹി ആദ്യം സമ്മതിച്ചില്ല. പിന്നീട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി അങ്ങ് സമ്മതിച്ച് ഇവിടെ എന്ത് ചെയ്തു? ഒരു പന്തലുണ്ടാക്കി. നല്ലൊരു പന്തലുണ്ടാക്കിയിട്ട് ഒട്ടകത്തിനെയൊക്കെ മൊത്തം ചുറ്റും കെട്ടി. റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ ഇവിടെ ചികിത്സിക്കാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് പെട്ടെന്ന് മദീനയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവിടെ എന്ത് ചെയ്ത് ഒട്ടകത്തിനെ, വാഹനത്തിനെയൊക്കെ തയ്യാറാക്കി. ഒരു ഗേറ്റ് ഉണ്ടാക്കിയിട്ട് സഅദ് ബിൻ മുആദ് ചോദിച്ചു, ആരാണ് ഇവിടെ പാറാവുകാരായി നിൽക്കുക? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ നിന്നുകൊള്ളാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പന്തൽ, ഈ പള്ളിയുള്ള സ്ഥലത്താണ് ആ പന്തൽ. അതുകൊണ്ടാണ് ആ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് മസ്ജിദ് അരീഷ് എന്ന് പറയുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാവലായിട്ട് അവിടെ നിന്നു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെയാണ്. ശത്രുക്കൾ ഇങ്ങോട്ടേക്ക് വന്നു. അവർക്ക് വെള്ളമില്ലാതെ വിഷമിച്ചപ്പോൾ അവിടുന്ന് വെള്ളത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് തർക്കം തുടങ്ങി. അവിടെ നിന്ന്